എറണാകുളം ചൂർണിക്കര പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കാൻ നീക്കം നടത്തി എംഎൽഎയും പഞ്ചായത്ത് ഭരണസമിതിയും. ഒരേക്കറിലധികം വരുന്ന മിച്ചഭൂമി മൈതാനത്തിനായി നേടാൻ ആലുവ എംഎൽഎ അൻവർ സാദത്തിന്റെ നേതൃത്വത്തിലാണ് വഴിവിട്ട നീക്കം. ചൂർണിക്കരയിൽ മാത്രം 600-ലധികം കുടുംബങ്ങൾ ഭൂമിയും വീടുമില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് എംഎൽഎയുടെ നടപടി. ഇതിനായി എംഎൽഎ കത്ത് നൽകിയതിന്റെ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. സുതീഷ് ഗോപാൽ ചേർന്നുണ്ട്. സുതീഷ്, നമുക്കറിയാം പല ആളുകളും അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾ വീടില്ലാതെ അല്ലെങ്കിൽ ഒരു സെന്റ് സ്ഥലം പോലും തങ്ങളുടേതായി ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്താണ് ഇത്തരം കളിസ്ഥലത്തിനായി ഇത്രയേറെ ഭൂസ്വത്ത് പിടിച്ചെടുക്കാൻ അൻവർ സാദത്തിന്റെ നേതൃത്വത്തിൽ ചില നീക്കങ്ങൾ നടക്കുന്നത്, അല്ലേ? ദേവിക, അങ്ങനെ തന്നെയാണ്. ഇത് ചൂർണിക്കര പഞ്ചായത്ത് എന്ന് പറയുന്നത് എറണാകുളത്തിനും ആലുവയ്ക്കും ഇടയ്ക്കുള്ളതാണ്. ദേശീയപാതയോരത്താണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ഉള്ളത്. അത്തരം ഒരു സ്ഥലത്ത് ആ മൈതാനം 1 ഏക്കറിലധികം വരുന്ന ഭൂമി മൈതാനത്തിനായി വിട്ടുകൊടുക്കണമെന്നതാണ് ഇപ്പോൾ എംഎൽഎ അൻവർ സാദത്ത് ആലുവ എംഎൽഎ ആവശ്യപ്പെടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ പഞ്ചായത്തിൽ മാത്രം 600-ലധികം കുടുംബങ്ങളാണ് ഭൂമിയോ വീടോ ഇല്ലാതെ കഴിയുന്നത്. ഇവരെല്ലാം ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്തൃ പട്ടികയിൽ ഇടം പിടിച്ചിട്ട് വർഷങ്ങളായതാണ്. എന്നാൽ ഭൂമി കിട്ടാത്തതുകൊണ്ട് മാത്രം ഇവിടെ പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നില്ല എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. വർഷങ്ങളായി ഇവരെല്ലാം തന്നെ ഇതിനെതിരെ സമരത്തിലും രംഗത്തുണ്ട്. ഇവിടെ ലൈഫ് മിഷൻ അതോറിറ്റി എന്ന് പറഞ്ഞ് ഇവരൊരു ആക്ഷൻ കൗൺസിൽ എന്ന് പറഞ്ഞ് ഇവർ സമരത്തിന് ഒരു രൂപീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ എംഎൽഎയുടെ ഭാഗത്തു നിന്നും വളരെ വിചിത്രമായ ഇത്തരം ഒരു ആവശ്യം ഉയരുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പറഞ്ഞ ഭൂമി, അത് അശോക ഭൂമി എന്ന് പറഞ്ഞ 1 ഏക്കറിലധികം വരുന്ന ആ ഭൂമിക്ക് 1.5 കിലോമീറ്റർ മാറിയാണ് കൊടികുത്തുമല എന്ന് പറയുന്ന സ്ഥലത്ത് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിൽ തന്നെ 52 സെന്റ് സ്ഥലമുള്ള ഒരു മൈതാനമുണ്ട്. ആ മൈതാനം നിലനിൽക്കുന്നു എന്ന വിവരം പോലും മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടുത്തെ യുവാക്കൾക്കും കുട്ടികൾക്കുമൊക്കെ കളിക്കുന്നതിന് വേണ്ടി ഒരു മൈതാനം വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായുള്ളത് സർക്കാർ തന്നെ ഇറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്, എവിടെയെങ്കിലും മിച്ചഭൂമി കിട്ടിയാൽ അത് സർക്കാരിൻ്റെ ഭവന പദ്ധതികൾക്കാവണം ഉപയോഗിക്കേണ്ടത്. ഭവനരഹിതരില്ലാത്ത കേരളമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ആ രീതിയിൽ പറയുമ്പോഴും ഇതിനെ ഈ അൻവർ സാദത്ത് മുന്നോട്ട് വെച്ച ആവശ്യത്തെ റവന്യൂ മന്ത്രിയും മറ്റും എതിർത്തിരുന്നുവെങ്കിൽ പോലും അതൊരു നടപടിയായി ഈ ഭൂമിയിൽ ലൈഫ് ഭവന പദ്ധതി തുടങ്ങുന്നതിനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നില്ല. അതും റവന്യൂ വകുപ്പ് പരിശോധിച്ചതിലൊരു തീരുമാനം കൈക്കൊള്ളാനായി മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതേ സാഹചര്യത്തിൽ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയും ഇത് മൈതാനമാക്കണമെന്ന ഒരു നിലപാടിൽ തന്നെയാണ് പോകുന്നത്. അതേസമയം അതിന് പകരം സ്ഥലം കണ്ടെത്താമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അത്തരത്തിൽ FITയുടെ സ്ഥലം അവിടെ നിന്നും ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമി ഭവന പദ്ധതിക്കായി എടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു നടപടിയുമില്ല. അതിനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം അവിടുത്തെ CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളെല്ലാം അതിന് വലിയ എതിരാണ്. അവിടെ കൂടുതൽ വികസനം ഉണ്ടാക്കുന്നതിന് ഈ ഭൂമി വിട്ടു നൽകുന്നത് തടസ്സമാകും എന്നതടക്കമുള്ള കാര്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ മൈതാനത്തിനായി ഇപ്പോൾ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്ന ഭൂമി അത് ഭവന പദ്ധതിക്കായി ഉപയോഗപ്പെടുത്തണം. 600 കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ 2000-ലധികം പേരടങ്ങുന്നവർ കയറിക്കിടക്കാൻ ഇടമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അതിന് പരിഹാരം കാണാതെ ഒരു കളിസ്ഥലം കണ്ടെത്താനുള്ള വ്യഗ്രത കാണിക്കുന്നത് അത് മനുഷ്യത്വരഹിതമാണെന്നതാണ് ഇവിടുത്തെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇവിടെ മറ്റു പുറമ്പോക്കുകൾ കണ്ടെത്തുന്നതിലടക്കം ഈ ഭവനരഹിതരായവർ മുന്നിട്ടിറങ്ങി പരാതി നൽകിയും മറ്റും അളവ് നടത്തിയും മറ്റും കണ്ടെത്താൻ പരിശ്രമിക്കുകയാണ്. കാരണം ഇതിലെല്ലാം അവരൊരു കിടപ്പാടമാണ് ആഗ്രഹിക്കുന്നത്. ദേവിക.